നമസ്കാരം. ആദിപരാശക്തിയായ ദേവിയുടെ മാതൃഭാവം നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം നവരാത്രി പൂജയുടെ 5ാം ദിനമായ ഇന്ന് ഭക്തർ ദേവിയെ സ്കന്ദമാതാ ഭാവത്തിലാണ് വണങ്ങി സ്തുതിക്കുന്നത്. ശിശുവായ സുബ്രഹ്മണ്യ സ്വാമിയെ അഥവാ സ്കന്ദനെ മടിയിൽ വെച്ചിട്ടുള്ള ദേവിയുടെ ഭാവത്തിന് മാതൃസ്നേഹത്തിൻ്റെ നിറവാർന്ന സൗന്ദര്യമാണ്. ദക്ഷിണ ഭാരതത്തിലെ ജനങ്ങൾ സുബ്രഹ്മണ്യ സ്വാമിയെ അല്ലെങ്കിൽ ശ്രീ മുരുകനെ മഹാ അവതാരമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഗുരുസ്വരൂപ സങ്കല്പവും സുബ്രഹ്മണ്യന് നൽകിയിട്ടുണ്ട്. ജന്മന യോഗിയും ദിവ്യനുമായിരുന്നു സുബ്രഹ്മണ്യൻ. ഗൃഹസ്ഥാശ്രമത്തിന് ശേഷമാണ് ശ്രീ മുരുകൻ സന്യാസം സ്വീകരിച്ചത്. കുട്ടിയായിരിക്കുമ്പോൾ പിതാവിന് പ്രണവമന്ത്രം ഉപദേശിക്കാൻ പോലും കഴിവുള്ള ജ്ഞാനിയായിരുന്നു സുബ്രഹ്മണ്യൻ. സ്കന്ദൻ ഉപാസിച്ചിരുന്നത് ശിവപാർവതിമാരെ ആയതുകൊണ്ടാണ് ദേവിക്ക് സ്കന്ദമാത എന്ന നാമം ലഭിച്ചത്. ഈ ഭാവത്തിൽ ദേവിയെ ആരാധിക്കുന്നത് ഐശ്വര്യത്തിനും കുടുംബജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനും ഉപകരിക്കുമെന്നാണ് വിശ്വാസം. നവരാത്രി പൂജയിൽ നാളെ ദേവിയുടെ കാത്യായനി ഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കാം. തുടർന്ന് നമുക്ക് മാർഗദീപമാകുന്ന ഗുരുവചനം കേൾക്കാം. ഭക്തിമാർഗത്തിൽ തുടക്കം മുതൽക്കേ ഫലം പുജിക്കാം, ആനന്ദമനുഭവിക്കാം. മറ്റു മാർഗങ്ങളിൽ അവസാനമാണിത്. ഭക്തിയുടെ ഫലം പ്ലാവിൽ നിന്ന് ചക്ക കിട്ടുന്നത് പോലെയാണ്. ചുവട്ടിൽ നിന്നേ ഫലം കിട്ടിത്തുടങ്ങും. എന്നാൽ മറ്റുള്ളവയിൽ മുകളിൽ കയറി ചെന്നാലേ ഫലം കിട്ടുകയുള്ളൂ. അടുത്തതായി ശ്രീ ശങ്കരാചാര്യ രചിച്ച ശിവാനന്ദലഹരിയിലെ ശ്ലോകം ശ്രീ കാവാലം ശ്രീകുമാർ ആലപിക്കുന്നത് കേൾക്കാം. शम्भुध्यानवसन्दसङ्गिनि हृदारामेघजीर्णच्छदाः स्रस्ता भक्तिलताच्छडा विलसिताः पुण्यप्रवालश्रिताः दीप्यन्ते गुणकोरका जपवचः पुष्पाणि सद्वासना ज्ञानानन्दसुधामरन्दलहरि संवित् फलाभ्युन्नतिः. തുടർന്ന് ശാങ്കരകൃതികളെ വ്യാഖ്യാനിക്കുന്ന ശങ്കര സ്തോത്രാമൃതമാണ്. ശിവധ്യാനം എന്ന വസന്തം വരുമ്പോൾ പാപങ്ങളാകുന്ന ജീർണിച്ച ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുകയും ഭക്തിയാകുന്ന വള്ളിപ്പടർപ്പുകൾ തളിർത്തു വരികയും ചെയ്യുന്നു. ഈ വള്ളിപ്പടർപ്പുകളിൽ പുണ്യമാകുന്ന തളിരിലകളും സദ്ഗുണങ്ങളാകുന്ന മുട്ടുകളും ഉണ്ടാകുന്നു. അത്യന്തം മനോഹരമായ ഭാവന വെളിവാക്കുന്ന ശിവാനന്ദലഹരിയിലെ 47-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്.
ശങ്കര സ്തോത്രങ്ങളിൽ ശിവാനന്ദലഹരിയിൽ 47-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. മുൻ ശ്ലോകത്തിൽ മനസ്സിനെ അരയന്നമായി കൽപ്പിച്ചു. ഈ ശ്ലോകത്തിലാകട്ടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി കൽപ്പിക്കുകയാണ്. ശിവധ്യാനമാകുന്ന വസന്തം വന്നു ചേരുമ്പോൾ മനസ്സാകുന്ന ആരാമത്തിൽ എന്താണ് സംഭവിക്കുന്നത് അതാണ് വർണ്ണിക്കുന്നത്. ശംഭുധ്യാന വസന്തസംഗിനി ഹൃദാരാമേ, ശംഭുധ്യാനമാകുന്ന വസന്തത്തോട് സംഗമുണ്ടാകുന്ന, ചർച്ചയുണ്ടാകുന്ന ഹൃദാരാമത്തിൽ, ഹൃദയമാകുന്ന മനസ്സാകുന്ന ആരാമത്തിൽ, പൂന്തോട്ടത്തിൽ അഘജീർണച്ഛദാഹ സ്രസ്താഹ, അഘം പാപമാണ്. അഘം കൊണ്ട് ജീർണങ്ങളായ എല്ലാ ഛദങ്ങളും ഇലകളും കൊഴിഞ്ഞു വീണു. പാപവാസനകളെല്ലാം ഇല്ലാതാവുകയാണ്. ശിവധ്യാനം ആകുന്ന വസന്തം സ്പർശിക്കുമ്പോൾ മനസ്സാകുന്ന പൂന്തോട്ടത്തിലെ എല്ലാ പാപങ്ങളും ഇല്ലാതാകുന്നു. പാപവാസനകളാൽ ജീർണിച്ച ഇലകളെല്ലാം സ്രസ്താഹ, കൊഴിഞ്ഞു വീഴുന്നു. പിന്നെയോ ഭക്തിലതാച്ഛടാഹ വിലസിതാഹ, ഭക്തിയാകുന്ന ലതാച്ഛടാഹ, വള്ളിപ്പടർപ്പുകൾ, വള്ളി, ലതാച്ഛടാഹ വള്ളിപ്പടർപ്പുകൾ, വിലസിതാഹ വിലസുന്നു, വളരെയധികം തളിർത്ത് പടർന്ന് വ്യാപിക്കുന്നു. എന്ത്? ഭക്തിയാകുന്ന വള്ളിപ്പടർപ്പുകൾ. ഇപ്പോൾ പാപവാസനകളാകുന്ന ജീർണിച്ച ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നു. ശിവധ്യാനമാകുന്ന വസന്തം വന്ന് അടുക്കുമ്പോൾ അതിമനോഹരമായ രീതിയിൽ ഭക്തിയുടെ വള്ളിപ്പടർപ്പുകൾ ശോഭിക്കുന്നു, വിലസിതാഹ. പിന്നെയോ പുണ്യപ്രവാളശ്രിതാഹ ദീപ്യന്തേ, പുണ്യമാകുന്ന പ്രവാളങ്ങളാൽ ശോഭിക്കുന്ന ഈ വള്ളിപ്പടർപ്പുകളെല്ലാം ദീപ്യന്തേ പ്രകാശിക്കുന്നു. പുതിയ തളിരിലകൾ, പ്രവാളങ്ങൾ തളിരിലകൾ. എങ്ങനെയുള്ളതാണ് തളിരിലകൾ? പുണ്യമാണ്. ശംഭുധ്യാനമാകുന്ന വസന്തം വരുമ്പോൾ സ്വാഭാവികമായി പുണ്യകർമ്മങ്ങൾ ഏറുന്നു, പാപം കൊഴിഞ്ഞു വീഴുന്നു. പാപവാസനകളാൽ ജീർണിച്ച ഇലകളെല്ലാം കൊഴിഞ്ഞു വീണു. പുണ്യത്തിൻ്റെതായ തളിരുകൾ വിലസിതാഹ, വിലസിക്കുകയാണ്, വിശേഷേണ ലസിക്കുകയാണ്, ശോഭിക്കുകയാണ്, അത്യന്തം ശോഭിക്കുകയാണ്. ദീപ്യന്തേ പ്രകാശിക്കുകയാണ്. ഗുണകോരകാഹ ദീപ്യന്തേ, ഗുണങ്ങളാകുന്ന സദ്ഗുണങ്ങളാകുന്ന കോരകങ്ങൾ മൊട്ടുകൾ മുഴുവൻ പ്രശോഭിക്കുന്നു. നിറയെ ഭക്തിലതാച്ഛടങ്ങളിൽ, അതായത് ഭക്തിയാകുന്ന വള്ളിപ്പടർപ്പുകളിൽ മുഴുവൻ പുണ്യമാകുന്ന തളിരുകൾ, ഗുണങ്ങളാകുന്ന മൊട്ടുകൾ. ഇവിടെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ സദ്ഗുണങ്ങൾ, പുണ്യപ്രദങ്ങളായ ഗുണങ്ങൾ. ഇപ്പം സദ്ഗുണങ്ങളാകുന്ന മൊട്ടുകൾ എങ്ങും വ്യാപിക്കുന്നു. പിന്നെയോ ജപവച പുഷ്പാണി സദ്വാസനാഹ, ജപവച പുഷ്പാണി എന്ന് പറഞ്ഞാൽ ജപവാക്യങ്ങളാകുന്ന പുഷ്പങ്ങൾ, ഭഗവൻ നാമജപങ്ങൾ. അങ്ങനെ ജപിക്കാൻ ആവർത്തിച്ച് നാമസാധനയിൽ ഏർപ്പെടാൻ യോഗ്യങ്ങളായ വാക്കുകൾ, മന്ത്രങ്ങൾ, നാമങ്ങൾ, ഭഗവൻ നാമങ്ങൾ, ഭഗവൻ മന്ത്രങ്ങൾ, അവ പുഷ്പങ്ങൾ വികസിതങ്ങളാകുന്നു. നിറയെ പൂക്കൾ, ആ പൂക്കളെല്ലാം ഭഗവൻ നാമങ്ങളാണ്.
മാത്രമല്ല എങ്ങനെയുള്ളവയാണ്? സദ്വാസനാഹ, സദ്വാസനായുക്തങ്ങളായവ. ആ ആരാമം മുഴുവൻ സദ്വാസന വ്യാപിക്കുന്നു. സച്ചിന്തകളുടെ, സത്കർമ്മങ്ങളുടെ, സന്നിഷ്ഠയുടെ സൗരഭ്യം ഈ പൂന്തോട്ടത്തിൽ മുഴുവൻ വ്യാപിക്കുന്നു. ഒരിക്കലും പിന്നെ ദുഷ്കർമ്മങ്ങളില്ല, ദുർവാസനകളില്ല. ഇപ്പോൾ സദ്വാസനകളുടെ, സത്കർമ്മങ്ങളുടെ പുണ്യപ്രദങ്ങളായ വാസനകൾ വ്യാപിക്കുന്നു, സദ്വാസന അവിടെ വ്യാപിക്കുന്നു എന്ന് മാത്രമല്ല, ജ്ഞാനാനന്ദ സുധാമരന്തലഹരി, ജ്ഞാനവും ആനന്ദവും, അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ ആനന്ദം, ജ്ഞാനത്തിലുള്ള ആനന്ദം, അതൊക്കെ ജ്ഞാനാനന്ദമാണ്. പരമമായ ആത്മബോധമാണ് ജ്ഞാനം. ആ ആത്മബോധനിഷ്ഠയുടെ ആനന്ദം, അപരിമിതമായ നിരപേക്ഷമായ സുഖം, ഈ ജ്ഞാനാനന്ദ സുധാ, മധു, തേൻ, അതെന്താണത്? ആ തേൻ മരന്തമാണ്, അമൃതമാണ്. ആ അമൃതത്തിൻ്റെ ലഹരി, പ്രവാഹം, ഒഴുക്ക്. പിന്നെയോ സംവിത് ഫലാഭ്യുന്നതി, സംവിത് ഫലത്തിൻ്റെ അഭ്യുന്നതി, ഉയർച്ചയുണ്ടാവുന്നു. ഈ വിഷയം നമുക്കൊന്നുകൂടി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യമാവട്ടെ. അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന സെഗ്മെന്റിലേക്ക്. ക്ഷേത്രങ്ങളിലെ ധ്വജസ്തംഭത്തിൽ പ്രതിഷ്ഠിക്കുന്ന വാഹനത്തെക്കുറിച്ചാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ സംസാരിച്ചത്. ഓരോ ക്ഷേത്രത്തിലും ഈ ദേവന് അഭിമുഖമായി മണ്ഡപത്തിൽ ദേവൻ്റെ കാഴ്ചപ്പുറത്ത് തന്നെ ദേവൻ്റെ തൊട്ടു മുന്നിലായി ഒരു വാഹനത്തെ പ്രതിഷ്ഠിക്കുന്ന സമ്പ്രദായം ഉണ്ട്. എല്ലായിടത്തും പ്രതിഷ്ഠാരൂപത്തിൽ കാണില്ലെങ്കിലും ചിലയിടത്തെങ്കിലും പ്രതിഷ്ഠാരൂപത്തിൽ തന്നെ മണ്ഡപത്തിൻ്റെ മുകളിൽ വാഹനത്തെ പ്രതിഷ്ഠിക്കാറുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ സങ്കല്പികമായിട്ട് ദേവനെ സങ്കല്പിച്ച്, അല്ലെങ്കിൽ ദേവൻ്റെ വാഹനത്തിൻ്റെ സ്ഥാനം എന്ന സങ്കല്പത്തിൽ അവിടെ ദേവന് വിശേഷമായ ശീവേലിയും ശ്രീഭൂതബലിയും ഒക്കെ കഴിക്കുന്ന സമയത്ത് മറ്റ് പരിവാരങ്ങൾക്ക് ഹവിസ് അർപ്പിക്കുന്നത് പോലെ ഈ വാഹനത്തിനും ഹവിസ് അർപ്പിക്കാറുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം, ശിവക്ഷേത്രങ്ങളിൽ ഈ മണ്ഡപത്തിൽ കാണുന്ന നന്ദി വിഗ്രഹം, ഈ നന്ദി വിഗ്രഹത്തിൻ്റെ ഒരു പ്രാധാന്യത്തെയാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത്. സമീപകാലത്തായി വളരെ വ്യാപകമായി പല ക്ഷേത്രങ്ങളിലും കണ്ടുവരുന്ന, ഭക്തർ ചെയ്തു വരുന്ന ഒരു പുതിയ രീതി, ഈ നന്ദിയുടെ ചെവിയിൽ പോയി ഭക്തർ എന്തോ കാതോർത്ത് പറയുന്നത് പോലെ ചെവിയിൽ ചേർന്ന് സംസാരിക്കുന്ന രീതിയിൽ എന്തോ പ്രാർത്ഥിക്കുന്നതായിട്ട് പല ഘട്ടങ്ങളിലും കാണാറുണ്ട്. ഇത് ഒട്ടും ആശാസ്യകരമായ ഒരു കാര്യമല്ല. ഒരു ക്ഷേത്രത്തിൽ ദേവനെ ദർശിക്കാൻ വരുന്ന ഘട്ടത്തിൽ ദേവൻ്റെ വാഹനം അത് എവിടെ നിന്നോ വന്നു കയറിയ ഒരു ആചരണം മാത്രമാണ് നന്ദിയുടെ ചെവിയിൽ പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഫലിക്കും എന്ന് പറയുന്ന തരത്തിൽ. ചിലയിടങ്ങളിൽ കണ്ടു നമ്മളുടെ പരാതികളൊക്കെ ഒരു കടലാസിൽ എഴുതി ഈ നന്ദിയുടെ കഴുത്തിൽ കൊണ്ട് തൂക്കുന്ന ചില സമ്പ്രദായങ്ങളും അടുത്ത കാലങ്ങളിൽ കാണാൻ സാധിച്ചു. ഇതൊന്നും ഒരു ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമല്ല, ക്ഷേത്രത്തിൻ്റെ നിയമങ്ങളുടെ, വ്യവസ്ഥകളുടെ ഭാഗമല്ലാത്ത സമ്പ്രദായങ്ങളാണ്. പരദേശങ്ങളിലോ ഒക്കെ ഉണ്ടായിട്ടുള്ള ചില ആചരണങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പരദേശങ്ങളിലൊക്കെയുള്ള ആചരണങ്ങളായിരിക്കാം. ആ ആചരണങ്ങളെ അല്ലെങ്കിൽ അത്തരം ആചാരങ്ങളെ കേരളത്തിലേക്ക് സ്വാഭാവികമായ രീതിയിൽ സ്വീകരിക്കുകയോ ഇവിടുത്തെ രീതി ആയിട്ട് പരിവർത്തനപ്പെടുകയോ ചെയ്തിട്ടില്ലാത്ത ആചരണങ്ങളാണ്. അത്തരം ആചരണങ്ങളെ ഇവിടെ സ്വീകരിക്കുമ്പോൾ പലപ്പോഴും അതൊരു സാമാന്യമായിട്ട് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊരു ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം നന്ദിയുടെ ചെവിയിൽ സ്വകാര്യം പറയുന്നത് പോലെ ദേവനോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ ഈ വാഹനത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നൊരു സങ്കല്പം അത് എങ്ങനെ വന്നു ഭവിച്ചു എന്നറിയില്ല. എങ്കിലും കേരളീയമായ ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമല്ലാത്ത ഒരു സംഗതിയാണ് അത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അവസാനമായി ദീപാരാധനയാണ്.
ഇത് പാൽക്കുളങ്ങര ദേവീക്ഷേത്രമാണ്. ദ്വാപര യുഗ കാലഘട്ടത്തിൽ ഭഗവാൻ കൃഷ്ണന്റെയും അർജുനന്റെയും പാദസ്പർശമേറ്റ മണ്ണ് എന്ന ധന്യത ഈ ഭൂമിക്കും ഈ ജലക്കെട്ടിനുമുണ്ടെന്ന് വിശ്വസിച്ചു പോരുന്നു. അതുകൊണ്ട് തന്നെ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവുമൊക്കെ സ്മൃതികളിൽ ലയിച്ചു കിടക്കുന്നതും ഇവിടെ തന്നെയാണ്. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ നിന്ന് പേട്ടയിലേക്ക് പോകുന്ന രാജവീതിയിൽ 1/2 കിലോമീറ്റർ നടന്നാൽ പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിലെത്താം. न जानामि तीर्थं न जानामि मुक्तिं लयं वा कदाचित् न जानामि भक्तिं व्रतं वापि मात गतिस्त्वं त्वमेका भवानी. വരദായിനിയായ രാജരാജേശ്വരി സങ്കല്പത്തിലാണ് പ്രതിഷ്ഠ. ഈ ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയത് അർജുനൻ ആണെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിനോട് ചേർന്ന് അർജുനൻ നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന ഒരു കുളവുമുണ്ട്. कुसंगी कुबुद्धि कुदास कुलाचारहि പാൽക്കുളം എന്നാണ് ഈ കുളം അറിയപ്പെടുന്നത്. कुदृष्टि कुवाक्य പാൽക്കുളങ്ങര എന്ന് ഈ സ്ഥലത്തിന് പേര് വന്നത് ഇതിൽ നിന്നാണെന്നും വിശ്വസിക്കപ്പെടുന്നു. प्रमेका भवानी. देवी विश्वजननी जय विश्वमाये विश्वरूपे अम्मे अन्नपूर्णे जय अम्बिके आनन्दमेकु അടിയന്റെ അകതാരിൽ അണയാതെ എരിയുന്ന അമൃതാകുമറിവിന്റെ നിറദീപമാണു നീ ദേവി അന്നപൂർണേ ജയ അംബികെ ആനന്ദമേകു ദേവി. പുലർച്ചെ 4:30 പള്ളി ഉണർത്തൽ. 5 മണിക്ക് നട തുറക്കും. തുടർന്ന് നിർമാല്യ ദർശനം. ഉച്ചയ്ക്ക് 11 മണിയോടെ നടയടയ്ക്കും. വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നട തുറക്കും. 8 മണിയോടെ അടയ്ക്കും. 3 രീതിയിൽ ദീപാരാധന നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. പാടുന്നു പാദപത്മത്തിലമ്മതൻ ചൈതന്യ ചരിതങ്ങളും പാടുന്നു പാദപത്മത്തിലമ്മതൻ ചൈതന്യ ചരിതങ്ങളും പാൽക്കുളങ്ങര വാഴും ദേവി മഹേശ്വരി കാത്തുകൊള്ളേണമമ്മേ ശക്തി നീയേ സർവജ്ഞാന പ്രിയേ ദേവി മായേ എന്നിൽ കനിയേണമേ ദേവി വിശ്വജനനി ജയ വിശ്വമായി വിശ്വരൂപേ അമ്മേ. മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് പൂജാരീതികളിൽ വേറെയും മാറ്റങ്ങളുണ്ട്. ദേവിയുടെ പ്രധാന ഉത്സവം മീനഭരണിയാണ്. മാർച്ച് 12 മുതൽ 21 വരെയാണ് ഈ ഉത്സവം നടക്കുന്നത്. ഉത്സവ സമയം ക്ഷേത്ര ദർശനം നടത്തുന്നവർക്ക് 1 വർഷം ദർശനം നടത്തിയ ഫലമാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദർശന പുണ്യം തേടി ഭക്തർ ഇവിടെ എത്താറുണ്ട്. ശതകോടി സൂര്യ തേജസാലടിയന്റെ ആദികളാറ്റേണമേ കരിമ്പാലി വാഴുന്ന മംഗളദായിനി സാധകനാക്കേണമേ രുദ്രനീയേ ചന്ദ്രചൂഡ പ്രിയ ദേവിതായേ. കുടിയിരുത്ത് ഉത്സവമാണ് മറ്റൊരു പ്രധാന ഉത്സവം. 3 കൊല്ലത്തിലൊരിക്കലാണ് ഈ ഉത്സവം നടക്കുന്നത്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഊരൂട്ട് പറമ്പിലാണ് ഈ ഉത്സവം നടക്കുന്നത്. ഇവിടെ പച്ചപ്പന്തൽ കെട്ടി ദേവിയെ കുടിയിരുത്തിയാണ് ഉത്സവം. എട്ടാം ദിവസം വൈകുന്നേരം ദേവിയെ തിരിച്ച് ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നു. ഈ ദിവസങ്ങളിൽ
ദേവീ ദർശനം നടത്തുന്നവർക്ക് സമൃദ്ധിയും ഐശ്വര്യവും ആയുരാരോഗ്യവും ഉണ്ടാകുന്നു. ജഗദംബികേ, നിന്റെ പാദാരവിന്ദം തൊഴുന്നേ. ആനന്ദസുഖദായേ ഭഗവതി ചതുർഭുജേ പഞ്ചഭൂതേശ്വരി കല്യാണി വിശ്വപാലകാരിണി പാൽക്കുളങ്ങര നിവാസിനി. കൈകളിൽ കരിമ്പും പാൽക്കുളങ്ങര ദേവീക്ഷേത്രത്തിനുള്ളിൽ ആര്യമതപ്രകാരമുള്ള പൂജാവിധികൾ അനുഷ്ഠിക്കുന്നു. എന്നാൽ ഊരൂട്ടുപറമ്പിലെ പച്ചപ്പന്തലിൽ ദേവി കുടികൊള്ളുമ്പോൾ ദ്രാവിഡ രീതിയിലുള്ള തോറ്റമ്പാട്ട് മുതലായവകൾക്ക് പ്രാധാന്യം കിട്ടുന്നു. കാണാത്തതുമായി ഈ ഉത്സവ നടത്തിപ്പും രീതികളും കാണുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ സമത്വ സാഹോദര്യ മനോഭാവങ്ങളും പരാജയപ്പെടാത്ത ജനാധിപത്യ രീതികളും നിലനിന്നിരുന്നു എന്ന് അനുമാനിക്കാം. വേദന തീർക്കുന്ന മാതൃരൂപമേ പാൽക്കുളങ്ങരയമ്മേ ജഗദംബികേ, നിന്റെ പാദാരവിന്ദം തൊഴുന്നേ. പാൽക്കുളങ്ങര ഊരൂട്ടുപറമ്പിൽ 3 കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന ഊരൂട്ടുത്സവം എല്ലാ വിധത്തിലും സവിശേഷതകൾ നിറഞ്ഞതാണ്. ഇതിന്റെ ആരാധനക്രമങ്ങൾ അർത്ഥവത്തും പഠനാർഹവുമാണ്. ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ഒരു അക്ഷയഖനിയും. ചിത്രരത്ന വിചിത്രാംഗം ചിത്രമാല വിഭൂഷിതം കാമരൂപകരം ദേവം വന്ദേ മംഗളനായ. പാൽക്കുളങ്ങരയിലെ പരമാത്മികേ, എന്റെ പ്രാർത്ഥന കേട്ടു. നടയിലെ പണ്ടിവാതിലിൽ പണ്ടിവായി മനം ഞാൻ തൊഴുതു നീ ദേവി പണ്ടീരി പൂജ. പാൽക്കുളങ്ങരയിലെ ശ്രീകോവിലിനുള്ളിലെ ദേവീ വിഗ്രഹത്തിലേക്ക് നോക്കുന്ന ഏതൊരാൾക്കും കണ്ണെടുക്കുവാൻ കഴിയാത്ത വിധം പുഞ്ചിരി തൂവി ആത്മീയ സൗന്ദര്യ പ്രഭ വിടർത്തി നിൽക്കുന്നു പാൽക്കുളങ്ങര ദേവീ വിഗ്രഹം. അത്രയ്ക്ക് മനോഹരമാണ് അലങ്കാര പൂജ കഴിയുമ്പോൾ ദേവി. പമ്പീരടി പൂജ. അങ്ങനെ നോക്കി നോക്കി നിൽക്കെ ദേവി സുന്ദര രൂപിണിയാകുന്നു. ദീപങ്ങൾക്ക് നടുവിൽ മൂക്കുത്തിക്കല്ലുകൾ തിളക്കി കാതുകളിലെ കമ്മലുകൾ പ്രകാശം പരത്തി ദേവി നമ്മുടെ ആജ്ഞാചക്രത്തിലൂടെ ആത്മാവിൽ ലയിക്കുകയായി. അഭിഷേകത്തിൻ സുഗന്ധമല്ല ഈ പ്രണവത്തിൽ. പിന്നീട് ദേവിയും നമ്മളും മാത്രമാകുന്ന ഒരു ആത്മീയ പ്രപഞ്ചമാകുന്നു ഈ അന്തരീക്ഷം. മുഴുക്കാപ്പു പൂച്ചാത്തിൽ കോമളാങ്ങി ത്രൈലോക്യമോഹിനി എന്റെ കലികാലങ്ങൾ തീർക്കും. പാൽക്കുളങ്ങരയിലെ പരമാത്മികേ, എന്റെ പ്രാർത്ഥന കേട്ടു.